ആദ്യമായി ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ 83-ലെ ഗ്രൂപ്പുകാർക്ക് മനസ്സിലാകും ഇതേതായിരിക്കും പ്രാർത്ഥന എന്ന് നിങ്ങൾക്ക് കേൾക്കാം. നമ്മളെ ഗ്രൂപ്പുകാരോട് പറഞ്ഞട്ടെ, ആർക്കും ഓർമ്മയില്ല? 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഏതാ പ്രാർത്ഥന ഇതല്ലേ? ആർക്കായിരിക്കും ഒരു ഓർമ്മ വരാത്? അതാണ് ഞാൻ ചോദിച്ചത്. അത് പാടുമ്പം തന്നെ നമ്മൾ 83-ലെ ഗ്രൂപ്പിലാണ് പ്രാർത്ഥന ഏകദേശം അന്ന് അത് തന്നെയുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ ചായ കൊണ്ടുവച്ചിട്ടുണ്ട്. ചായയിൽ ചെയ്യാൻ കട്ടൻ ചായ കുടിച്ചാളുണ്ട്, പാൽ പറഞ്ഞാൽ കുടിച്ചാളുണ്ട്, വെള്ളം കുടിച്ചാളുണ്ട്, ഇങ്ങനെ. എന്നാൽ നമുക്ക് ലേശം പശുവിനെ നേരിട്ട് കറന്നിട്ട് ഒരു ചായ ചേർത്ത് കൊടുക്കുക. നമുക്ക് നോക്കുക, ഒരു പാട്ടയുമായി നമ്മളുടെ വീട്ടിലെ രക്ഷിതാക്കൾ ആലയിൽ പോകുന്നു, ഒരു പശുവിനെ കറക്കുന്നു. അങ്ങനെ പാല് കിട്ടി. പാല് കിട്ടിയതിന് ശേഷം നമുക്കൊരു പൂച്ചയെ പരിശോധിക്കാം. അപ്പോ ഈ പൂച്ചക്ക് ബാബുവിനെ നല്ലവണ്ണം മനസ്സിലായി. ആ പൂച്ച എന്റെ പേര് പഠിച്ചു. പിന്നെ ആ പൂച്ചയുടെ കരുത്തിലാണ്. പൂച്ച കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾക്ക് പൂച്ചയുടെ ശല്യങ്ങൾ രാത്രി കാലങ്ങളിൽ നമ്മൾ കിടന്ന് ജനലിലെടുത്തും മറ്റും വന്ന് 2 പൂച്ചകളുള്ള അടിപിടിയാണ്. ചിലപ്പോൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വാതിൽ തുറന്ന് കല്ലെടുത്ത് എറിയാൻ നിങ്ങൾ മടിക്കാറില്ല. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തതായി നായ. നായ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിൽ സാധാരണ പോറ്റുനായി. ഇപ്പോൾ അങ്ങനെ നായികൾ ആരെയും പോറ്റുന്നില്ല. ഇപ്പം എല്ലാം വലിയ 14,000, 60,000, 1,00,000 രൂപയാണ് ഇപ്പോൾ നായ പോറ്റുന്നത്. ആദ്യം നമ്മുടെ നാട്ടിൽ പോറ്റുന്ന നായിനെ നമ്മളിന്ന് പരിശോധിച്ച് വെക്കാം. ചെറിയ അംഗനവാടി കുട്ടികളിരിക്കുന്ന ബെഞ്ച് പോലത്തെ നായി ഇത്രയുണ്ട്. ചെറിയ നല്ല ഓമനത്തുള്ള നായ. ആ നായി അടുത്തതായി കുറുക്കൻ. ഇന്ന് കുറുക്കന്മാർ കുറച്ചുകൂടി പുരോഗമിച്ച്
ആരുടെയെങ്കിലും ഏക്കർ കണക്കിലുള്ള പറമ്പിൽ കയറി ചക്കയും മാങ്ങയും എല്ലാം തിന്ന് വലിയൊരു പറമ്പിൽ കയറിയിട്ട് കൊല്ലങ്ങൾ വരുന്ന കുറുക്കനും ഒരു ഇത് മാറി മാറി വരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. കുറുക്കൻ എങ്ങനെയായിരിക്കും കഴിയാം. ഈ കുന്നല്ല തമ്പ്രാജ 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 ഓക്കെ 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 ഒരു കോഴി മുട്ട ഇടുന്നതിന് മുമ്പിലുള്ള ശബ്ദം. മുട്ടയിട്ടതിന് ശേഷം അതിൽ തന്നെ ചെറിയ കോഴിക്കുട്ടി അടുത്തതായി മാറാട്ടി. നമ്മൾ വയൽക്കുടിയിലൊന്നും നടന്നു പോകുമ്പോൾ ചില വലിയ രണ്ട് കാലം ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു മാറാട്ടി ഉണ്ടാവും. വലിയ ഇങ്ങനെ 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 അയക്കുന്നുണ്ടാവും. അത് കേട്ടോളേ. ഈ ഒച്ചക്കിടക്കാണ് ഒരു നാണി എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ നടയമലോട് നടന്നു പോകുന്നത്. ഇത് ഈ മാറാട്ടി കണ്ടിട്ട് ചോദിക്കാനേ, നാടി 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 വാ 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 നാടി നാടി പോവുക വാ 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 നാടി നാടി നാടി. അടുത്തതായി കാക്ക. ഈ കാക്കയുടെ ശബ്ദം എടുക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. കാക്ക ഏറ്റവും കുറച്ച് കരയുന്ന ഒരു മാസം ആൻസർ പറയാമോ? കാക്ക ഏറ്റവും കുറച്ച് കരയുന്ന ഒരു മാസം ആരെങ്കിലും വിട്ടു പറഞ്ഞു? കർക്കിടകം. ഒരേക്കും പറയുകയോ? ആ കർക്കിടകത്തിൽ കണ്ട പ്രത്യേകത ഉത്തരം പറയാമെന്ന് വേണ്ടേ? ആ കുഞ്ഞനെന്തോ പറഞ്ഞ ഉത്തരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞ കേട്ടേ ഈസി ഉത്തരം. കാക്ക ഏറ്റവും കുറച്ച് കരയുന്ന മാസം ഉത്തരം പെടുന്നുണ്ട്. ഫെബ്രുവരി മാസമാണ്, 28 ദിവസം. ആൻസർ നിങ്ങളെ കുതിരിച്ച ചോദ്യമല്ല, ശരിക്കുള്ള ആൻസറാണ്. ഫെബ്രുവരി 28, 29 അപ്പുറം വരില്ല. എന്തായാലും കാക്കകൾ കരയിൽ 2 ദിവസം കുറവുണ്ടാകും. ഉത്തരം ആൻസർ റെഡി, ആൻസർ റെഡി. അത് ഇടയ്ക്കൊരു ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കും. പറഞ്ഞേ, പിന്നെ നമ്മള് ആട്ടിൻകുട്ടി നിങ്ങൾ വളരെ തീർച്ചയുണ്ടാവും. നമ്മളിപ്പോ ആടുങ്ങളിപ്പോ 2 ആഴ്ച, 1 ആഴ്ച, 3 ആഴ്ച, 5 ആഴ്ച വരെ ആട് പ്രസവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ കൂട്ടിലാക്കിയതിന് ശേഷം രാവിലെ പിന്നെ ഈ കുട്ടികളെ അങ്ങ് അമ്മച്ചിൻ്റെ അടുത്ത് വെക്കൂടും. ഈ കുട്ടികൾ മുല കുടിക്കുന്ന ഒരു ശബ്ദമാണ് ഞാനിവിടെ കണ്ടത്. പിന്നെ നമ്മളെ വെപ്പിലും കാണുന്ന ഒരുപാട് പക്ഷികൾ ഇപ്പം നമ്മളെ കുറച്ച് കൊല്ലം വെച്ച് കുറഞ്ഞുപോയി. അപൂർവം പക്ഷികളെ നമ്മുടെ നാട്ടിൽ കാണുള്ളൂ. നമ്മളെല്ലാം 83 കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ വെച്ചാൽ പലതരം പക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം വംശനാശം വന്നുപോയി. കുറഞ്ഞു വന്ന അണ്ണാക്കൊട്ടം പോലും ഇപ്പം നമ്മൾ മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയായത്. ഇപ്പം
പുതിയ പുതിയ കുറെ പക്ഷികളാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. മയില് ഇങ്ങോട്ടേക്ക് വരിക. അതുപോലെ നമ്മൾ ഇതുവരെ കാണാതെ കുറെ പക്ഷികൾ വന്ന് കുറെ പക്ഷികൾ നമ്മളെ വിട്ട് വിരിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചവയിലെ പക്ഷി. അടുത്തത് തീവണ്ടിയാണ്. തീവണ്ടി മംഗലാപുരം സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ ഓവർ ബ്രിഡ്ജും കാര്യവും അത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആ തീവണ്ടി വരുന്ന ഒരു ഒച്ച ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പോൾ ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്. അയാൾ പിന്നെ എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. കണ്ണൂർ കഴിഞ്ഞാൽ കോഴിക്കോട്, പിന്നെ അങ്ങ് ഷൊർണൂർ, ഒരു 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്തുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനിന് കാത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തലശ്ശേരി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ, ആ വന്ദേ ഭാരത് ഒരു ഗുണോഷ്ടവും ചൊല്ലിച്ച് വരുന്ന പ്രളയങ്ങൾ. അടുത്തതായി കൗതുക വാർത്തകളാണ്. കൗതുക വാർത്തകൾ ഞായറാഴ്ച പൊതുവെ 12:40 ഉണ്ടായത്. ഇപ്പോൾ ആ വാർത്തകൾ എടുപ്പെടുത്തു പോയി. എന്നാൽ രസകരമായ വാർത്തകളാണിത്. പാട്ട് കേൾക്കാം. ആകാശവാണി തിരുവനന്തപുരം, ശ്രീകണ്ഠാപുരം, മംഗലാപുരം, വാമനാപുരം. വാർത്തകൾ വായിക്കുന്നത് ഗൗതമൻ. പച്ചയിൽ പച്ചമഞ്ഞൾ ചേർത്തതിന് പച്ചാളത്ത് പാച്ചുവിനെ പച്ചാപ്പകൽ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. ബിന്ദ്രൻപാലയുടെ 12 കൊന്ത്രംപല്ലുകൾ കേന്ദ്രമന്ത്രിമാർ തന്ത്രപൂർവ്വം മന്ത്രത്തിൽ കൂടി തട്ടിയെടുത്തു. കേരളത്തിലും ലോകാവസാനം വന്നേക്കാമെന്ന് സുപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കാറി ഇന്നലെ ലോകസഭയിൽ പ്രസ്താവിച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് ആണ്ടിയുടെ അണ്ടിയും കടത്തി വരികയൊരു വണ്ടി തുണ്ടിയിലെത്തിയപ്പോൾ മണ്ടന്മാർ പിടികൂടിയതിന്റെ ഫലമായി അണ്ടിയും വണ്ടിയും പിടിയായി. തൊട്ടടുത്ത ആണ്ടി മണ്ടി രക്ഷപ്പെടുകയും ചെയ്തു. കൗതുക വാർത്തകൾ അടുത്ത ഞായറാഴ്ച 12:40 കേൾക്കാം. പിന്നെ നമ്മളെ ക്ഷേത്രത്തിലെ തെറിയലുള്ള സ്ഥലത്ത് പുഴകൾ അതായി ഒരു ബുള്ളറ്റാണ്. ഒരു നമ്മളിവിടെ നേരത്തെ ചെണ്ട മുട്ടിയ ആൾ വന്നിട്ടുണ്ട്. ചെണ്ട മുട്ടുന്നവനോട് ഒരാൾ ചോദിച്ച്, എനിക്ക് മലയാള മാസം അറിയാവുമെന്ന് ചോദിച്ചു. മലയാള മാസം അറിയാവുന്നു. ജനുവരി ഫെബ്രുവരി അറിയാം, മലയാളം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ് അറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഓരോ ചെണ്ട മുട്ടുന്ന ഭാഷയിൽ പറയാം.
അടുത്തതായി രാവിലെ വീട്ടിൽ പോകുന്നവരെ ദോശ പല ആഹാരങ്ങളുള്ള പക്ഷേ അതിലാണ് ദോശ അല്ലെങ്കിൽ വെട്ടുന്നവരെ കുറച്ച് ചൂടായി കൈകൂട്ടി അടുത്തതായി ഒരു മരണ വീട്ടിലെ ക്യാൻസലാണ്. നമുക്ക് ഒരേ മരിച്ച വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കില്ല. അതുകൊണ്ട് എത്ര വയസ്സായി എത്ര വയസ്സ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പേര് കൊടുക്കണം, ചെറിയ വയസ്സായ ശരിക്കും പേര് കൊടുക്കണം. ചില വീടുകളിൽ ചില അതിശയപ്പെട്ട വൈദ്യായിരിക്കും. ഒരു 98 വയസ്സിലെ ഒരച്ഛൻ മരിച്ചതിന് ശേഷം മോളെ പൈരാണ് ഇതെല്ലാം കേട്ടിച്ച ഇടവക്കാരുടെ വ്യത്യസ്ത നല്ല കാര്യം വരിക. എന്റെ കടപ്പാട്ടാ പോയില്ല, കടപ്പാട്ടാ എന്നാ ചെയ്യ ഇനി എന്റെ കാരുണ്ടാക്കുക എപ്പോ പോയില്ല കടപ്പാട്ടാ. അപ്പോ അങ്ങോട്ട് പറഞ്ഞു മോളെ ഇനി പറഞ്ഞ ശരിയാ, ആ കുറച്ച് മുമ്പിലേ പോവുക. 98 വയസ്സായിട്ട് വരും കുറച്ച് മുമ്പിലേ പോട്ടാ ബാക്കി. പിന്നെ ഇങ്ങളെ പറ്റിച്ചല്ലേ എന്റെ ഭർത്താവിനെ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി അവര് ഭയങ്കര നല്ല രസമുണ്ടാവും, പല സൈസിലുള്ള വയലുണ്ടാവും. നമുക്ക് ഒരു സങ്കടപ്പെട്ട വയൽ അതുപോലെ അത് ഞാനിവിടെ അത് കിട്ടില്ല. അത് ഒരു വെളിക്കത്തോടുകൂടി അതിന്റെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഇതിന്റെ പരിപാടികൾ അവസാനിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സമയമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ധാരണ തമാശകൾ നമുക്ക് കൊടുത്തു നോക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇപ്പോൾ ഒരു വെടിക്കത്തോടു കൂടി നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്. സമയത്തുള്ളതുകൊണ്ട് പരിപാടികളെല്ലാം ഉണ്ട്. അതായത് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാം. നമ്മളടുത്ത വാസനത്തിനും നല്ല ഗംഭീരമായ പരിപാടി ഉണ്ടാവും. ഇപ്പോൾ ജാനു തമാശ പറയുന്ന വെച്ചാൽ ഏകദേശം 2 ആൾ വേണം. പക്ഷെ അതൊരു മോഡൽ ജാനുവരിക്കായിട്ട് വേർപ്പെടുത്തിനായിരിക്കും ഒരാളായിട്ടിങ്ങനെ അടുപ്പിച്ച് പിന്നെ അത് ജനമായിരിക്കും. അതുകൊണ്ട് ഒറ്റക്ക് ഞാൻ അവതരിപ്പിക്കും. പിന്നെ അതുകൊണ്ട് മാത്രം നിങ്ങളോട് ഞാൻ എൻ്റെ പരിപാടികൾ നിർത്തുന്നു.